ദശകം 14 ശ്ലോക 5. സഹമനുഹൂഷതരൂപയാ महिष्യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാം ഭവധീരിത നാരദ ഉപദിഷ്ടഃ സമഗാത് കർദമം ആഗതി പ്രതീക്ഷം. സ ആ സ്വയംഭുവ മനു ശതരൂപയ ശതരൂപ എന്ന പേരുള്ള മഹിഷ്യ പട്ടമഹർഷി, അതായത് ഭാര്യ, ഗുണവതിയായ സുതയ മകൾ, ച കൂടി, ദേവഹൂതി എന്ന പേരുള്ള ഭവതീരിത ഭഗവാനാൽ പ്രേരിപ്പിച്ചുകൊണ്ട് നാരദ മഹർഷി ഉപദിഷ്ടക ഉപദേശം സ്വീകരിക്കുകയും സമഗാ വന്നു ചേർന്നുകൊണ്ട് കർദമന്റെ അരികിൽ ആഗതി ആ വരവ് പ്രതീക്ഷം കാത്തിരിക്കുന്നതായിരുന്നു. ഈ ദശകത്തിൽ നമ്മൾ കപിലാവതാരത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ആ കർദമന്റെ അരികിൽ എങ്ങനെയാണ് ആ സ്വയംഭുവ മനു തൻ്റെ പത്നിയായ ശതരൂപയോട് കൂടി മകളായ ദേവഹൂതിയെ കൊണ്ടുവന്ന് ആ ആശ്രമത്തിൽ എത്തിച്ചു എന്നാണ് പറയുന്നത്. അതായത് ആ സ്വയംഭൂവ മനുവിന് ഏറ്റവും ഗുണവതിയായ ഒരു മകളുണ്ടായിരുന്നു. ആരുടെ കൂടെ? ശതരൂപ എന്ന പട്ടമഹിഷിയുടെ കൂടെ. ആ മകളുടെ പേരാണ് ദേവഹൂതി. അപ്പോൾ ഭഗവാനാൽ പ്രേരിപ്പിച്ചുകൊണ്ട് നാരദമുനി അവിടെ വരികയും ആ സ്വയംഭുവ മനുവിന് ഉപദേശം കൊടുക്കുകയും ആ ഉപദേശം പൂർണ്ണമായി സ്വീകരിച്ച് ആ കർദമന്റെ അരികിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തു. സമ്മനുഷ്യതരൂപയാ महिष्य ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവധീരിത നാരദോപദിഷ്ടഃ സമഗാത് കർദമമാഗതി പ്രതീക്ഷം. താങ്ക് യു.